മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടെഴുതിയ ചിത്രസേനനെ ധനകാര്യ മെസഞ്ചർ സ്ഥാനത്ത് നിന്ന് നീക്കി. പൊതുഭരണ വകുപ്പിലെ ക്ലറിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചയാളാണ് ചിത്രസേനൻ. LDF സർക്കാരാണ് ധനവകുപ്പിൽ പുനർനിയമനം നൽകിയത്. ഇടത് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്നു ചിത്രസേനൻ. വിശദാംശങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, വിശദാംശങ്ങൾ പറയാം. അധികാരത്തിലെത്തിയപ്പോൾ തന്നെ നൽകിയ സന്ദേശമായിരുന്നു കൃത്യമായി LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നൽകിയ നിയമനങ്ങളിൽ, അത് വഴിവിട്ട നിയമനങ്ങളോ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം തന്നെ പൂർണ്ണമായും പിൻവലിക്കുമെന്നുള്ള സൂചന നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു നടപടിയാണ് ഇപ്പോൾ പൂവത്തൂർ ചിത്രസേനന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ പൊതുഭരണ വകുപ്പിലെ ക്ലറിക്കൽ അസിസ്റ്റന്റായി ജോലിയിൽ തുടരുകയും പിന്നീട് വിരമിച്ച ആളുമാണ്. എന്നാൽ പിന്നീട് LDF സർക്കാർ ഇദ്ദേഹത്തെ വീണ്ടും ധനകാര്യ വകുപ്പിലെ ധനകാര്യ സ്പെഷ്യൽ മെസഞ്ചർ സ്ഥാനത്തേക്ക് വീണ്ടും നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ധനകാര്യ വകുപ്പിൽ നിന്നും മറ്റ് വകുപ്പുകളിലേക്ക് ഈ കത്തുകൾ എത്തിക്കുന്ന ആയിട്ടായിരുന്നു ഇദ്ദേഹത്തിന് ജോലി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു താൽക്കാലിക ജോലി മാത്രമായിരുന്നു, കരാറടിസ്ഥാനത്തിൽ നൽകുന്ന ജോലി മാത്രമാണ്. ഈ ജോലിയിൽ ഇദ്ദേഹം തുടരവെയാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത് നിന്നും ഇയാളെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പൂവത്തൂർ ചിത്രസേനൻ ഒട്ടേറെ വാർത്താ മാധ്യമങ്ങളെല്ലാം ഇടപിടിച്ചിട്ടുള്ള ആളാണ്. ഇദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാവ് കൂടിയാണ്. മാത്രമല്ല, പിണറായി വിജയനെ പുകഴ്ത്തി കാവലാൾ എന്ന ഗാനം രചിച്ച ആൾ കൂടിയാണ് പൂവത്തൂർ ചിത്രസേനൻ. നേരത്തെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടികളിലെല്ലാം തന്നെ 100ഓളം വനിതാ ജീവനക്കാർ ചേർന്നുകൊണ്ട് പിണറായി വിജയനെ പുകഴ്ത്തി പാട്ടുപാടിയതെല്ലാം തന്നെ നേരത്തെ തന്നെ വിവാദമായിട്ടുള്ള ആളാണ്. ആ ഗാനങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗാനങ്ങൾ രചയിച്ച ആ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ആൾ കൂടിയാണ് ഈ പൂവത്തൂർ ചിത്രസേനൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ UDF സർക്കാർ അധികാരത്തിൽ കയറിയ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമനങ്ങൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള നിയമനങ്ങൾ, അതായത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇഷ്ടക്കാരെ തിരികെയുള്ള നിയമനങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവയെല്ലാം തന്നെ കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ നീക്കം ചെയ്യുന്നുള്ള കാര്യം നേരത്തെ തന്നെ VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ പൂവത്തൂർ ചിത്രസേനന്റെ ഈ വകുപ്പ് തല നടപടിയും. ദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.